بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. القاعدة العثمانية عثماني قاعدة. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ലമ്മത്താണ്. അദ്ദർസുർ റാബിഅ, നാലാമത്തെ പാഠം. നേരത്തെ നാം ഫത്ഹ, കസ്റ ഇത് രണ്ടും പഠിച്ചു. ഫത്ഹ എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ മുകളിലിരുന്ന ചെറിയ വരയാണ്. അലിഫ് പോലെ വലത്തു നിന്നും ഇടത്തേക്ക് വരയ്ക്കുന്ന ചെറിയ വരയാണ് ഫത്ഹ. അ, ബ, ത, സ എന്ന രൂപത്തിൽ ഫത്ഹ ഉള്ള അക്ഷരങ്ങളെ നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞു. കസ്റ അതേ രൂപത്തിൽ തന്നെ അക്ഷരങ്ങളുടെ താഴെ ഇടുന്നതാണ് ഉച്ചാരണം. ഇ, ബി, തി, സി എന്ന രൂപത്തിലാണെന്ന് നാം പറഞ്ഞു. ഇനി ലമ്മത്ത് എന്ന് പറയുന്നത് ഫത്ഹയുടെ തുടക്കത്തിൽ വാവ് പോലെ ഒന്ന് ചുനുപ്പിച്ചുകൊണ്ട് ഇടുന്ന ഈ രൂപത്തിൽ ഉള്ളതിനാണ് അല്ലമ്മ എന്ന് പറയുന്നത്. ലമ്മത്ത് ഉള്ള അക്ഷരങ്ങളെ ഉ, ബു, തു, സു എന്ന രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. പട്ടിക രൂപത്തിൽ നമുക്ക് ഖായിദയിൽ കാണാം. ആദ്യത്തെ ലൈൻ മഫ്തൂഹ്, ഫത്ഹാക്കപ്പെട്ട അക്ഷരങ്ങളാണ്. രണ്ടാമത്തെ ലൈൻ നേരത്തെ നാം പഠിച്ച കസ്റാക്കപ്പെട്ട അക്ഷരങ്ങളാണ്. മൂന്നാമത്തെ ലൈൻ ലമ്മാക്കപ്പെട്ട അക്ഷരങ്ങളാണ്. മഫ്തൂഹ്, മക്സൂർ, മൽമൂ. ഈ രൂപത്തിൽ അലിഫ് മുതൽ യാ വരെ നമുക്ക് വായിക്കാം. വായനയിലേക്ക് ശ്രദ്ധിക്കുക. ഹംസ ഫത്ഹ അ, ഹംസ കസ്റ ഇ, ഹംസ ലമ്മ ഉ, ബാ ഫത്ഹ ബ, ബാ കസ്റ ബി, ബാ ലമ്മ ബു, ബ ബി ബു, താ ഫത്ഹ ത, താ കസ്റ തി, താ ലമ്മ തു, താ തി തു. ഒന്നുകൂടി. ഹംസ ഫത്ഹ അ, ഹംസ കസ്റ ഇ, ഹംസ ലമ്മ ഉ, അ ഇ ഉ, ബാ ഫത്ഹ ബ, ബാ കസ്റ ബി, ബാ ലമ്മ ബു, ബ ബി ബു, താ ഫത്ഹ ത, താ കസ്റ തി, താ ലമ്മ തു, താ തി തു, ثا فتحة ثا، ثا كسرة ثي، ثا لما ثو، ثا في ثو. جيم فتحة جا، جيم كسرة جي، جيم لما جو، جا جي جو. حا فتحة حا، حا كسرة حي، حا لما حو، حا حي حو. خا فتحة خا، خا كسرة خي، خا لما خو، خا خي خو. دال فتحة دا، دال كسرة دي، دال لما دو، دا دي دو. ذال فتحة ذا، ذال كسرة ذي، ذال لما ذو، ذا ذي ذو. راء فتحة را، راء كسرة ري، راء لما رو، راء ري رو. زاي فتحة زا، زاي كسرة زي، زاي لما زو، زا زي زو. سين فتحة سا، سين كسرة سي، سين لما سو، سا سي سو. أبوت ثجوحه، أبوت ثجوحه، دذر زو شوسو، دذر سوشوسو، لطلوع فوق،